ഇത് കുടവട്ടൂർ എന്ന് പറയുന്ന ഗ്രാമമാണ്. കുടവട്ടൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകണമെന്നില്ല. നടൻ ഭരത് മുരളിയുടെ ജന്മനാടാണിത്. ആ കുടവട്ടൂരിൽ പാറക്കുറകൾക്ക് നടുവിൽ ഒരു ഫാമുണ്ട്. ആ ഫാമിലെ അരുമമൃഗങ്ങളെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ചേട്ടാ നമസ്കാരം. എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഇത് ആണ് ഷാജി ചേട്ടൻ. റോക്സ്റ്റാർ എന്ന് പറയുന്ന ഫാമിൻ്റെ ഉടമയാണ്. ഈ റോക്കൻ ഫാമിൻ്റെ ഉടമയാണ്. എപ്പോഴും ഇത് തന്നെ കയ്യിലുണ്ടാവുമോ? ഇത് കൈ കാണും അല്ലേ? ഇത് തുടക്കമാണ്. ബാക്കിയുള്ള കാഴ്ചകൾ അങ്ങോട്ട് നടന്ന് കാണാം. എത്ര ഉണ്ട് ചേട്ടാ ഇപ്പം? ഇതെന്താ ഇതേത് ഐറ്റം? ദർശൻ പൂച്ച. ഇത് നമ്മൾ കൊണ്ടുവന്നാണോ? ഇതെങ്ങനെ എടുക്കുന്നത്? കുഞ്ഞുങ്ങളെ എടുക്കുന്നവരാണ് എടുക്കേണ്ടത് അല്ലേ? കുഞ്ഞുങ്ങളെ എടുക്കുന്നവരെ എടുക്കേണ്ട കേട്ടോ. കയ്യിലൊക്കെ വളരെ നമ്മൾ അനുസരണയോടുകൂടി ഇരിക്കും. ഞാനിപ്പം വന്ന് ജസ്റ്റ് ആ സമയത്ത് തന്നെ അനുസരണയോടുകൂടി ഇരിക്കും. അതല്ലാതെ വേറെ അവര് ദേഷ്യം ഒന്നോർന്ന് വിളിച്ചു നോക്കി ചേട്ടാ. അവനൊന്ന് ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അല്ല, ഇത്രയും നേരം എൻ്റെ കയ്യിൽ ഒരു കുഴപ്പമില്ല. അടിയില്ല, പിടിയില്ല, ഒരു ബഹളവും ഇല്ല. ഇത് ഇവിടെ തന്നെ ജനിച്ചതാണ്. ഇതിൻ്റെ അമ്മയും ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു കൂട്ടിലാണ്. നടക്കട്ടെ. എന്തായാലും പേർഷ്യൻ പൂച്ചയെ കണ്ടു. അതിനുശേഷം നമ്മൾ കാണുന്ന പ്രാവുകളെയാണ്. പ്രാവിന് പ്രത്യേക കൂടുണ്ട്. പക്ഷേ ഈ പാറക്കോറിയുടെ സൈഡിലുള്ള പാറകൾക്കൊക്കെ മുകളിൽ കയറി ഇരിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഷാജേട്ടൻ എന്തായാലും ആ പ്രാവുകളെ വിളിക്കാൻ തോന്നുന്നു. എന്താ കൊടുക്കുന്നേ? അതായത് പോഷകസമ്പുഷ്ടമായ ഫുഡാണുള്ളത് അല്ലേ? ചിലപ്പോ ഇവര് പോയിട്ട് വേറെ പ്രാവായിട്ട് വരും. ചിലപ്പോ ഇതിൽ നിന്ന് ചിലർ പോകും. ഇതിനിടയ്ക്ക് വെച്ച് ആരെങ്കിലും വന്ന് മേടിച്ചോണ്ട് പോകും. ഷാജിയുടെ ഈ പ്രാവുകൾ പോലും അടുത്ത് കൂട്ടാണല്ലേ? പിന്നെ അവരൊക്കെ നമ്മളെല്ലാം ഉള്ളു. ഇഷ്ടം പോലെ ഫുഡ് കൊടുക്കില്ലേ? കപ്പലിലേക്ക് വേണ്ടി ഇഷ്ടം പോലെ കൊടുക്കുക. ഒരു ഒന്നര വർഷമായി 4 എണ്ണം കൊണ്ടുവന്നേ. അപ്പൊ 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. കൂടെ കൂടും കുറയും. ഇവര് വിരുന്ന് പോകും. ആരെങ്കിലും വിളിച്ചോണ്ട് വരും. എല്ലാം നമ്മൾ തീറ്റ കൊടുക്കണം. നന്നായി. ഇതല്ല കാര്യം. സന്തോഷമല്ലേ? അതെ അതെ അതെ. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, വേറെ കാഴ്ചകളുണ്ട്. അങ്ങോട്ട് പോവാം. ഇതാണല്ലേ അടുത്ത കേന്ദ്രം? ഇത് ഒരു വർഷം ഞാൻ തുടങ്ങിയിട്ട് ഇതിനെ തുടങ്ങിയിട്ട് 1.5 വർഷം കൊണ്ടാവുള്ളൂ. 4-5 കിളി കൊണ്ടുവന്നാ. ഒരുപാടുണ്ടായി. ഈയിടെ ഒരു അടുത്തൊരു ഫാംകാരൻ അല്ല ഒരു കടക്കാരൻ വന്നൊരു 100 കിളിയെ മേടിച്ചോണ്ട് പോയി. അങ്ങനെ ആൾ വരുന്നവരെല്ലാം കരുതാൻ പറ്റത്തില്ലല്ലേ? അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ. അതിനെ പെരുകൊണ്ടിരിക്കും. അപ്പൊ ഇത് എല്ലാം കൂടെ കൂടിനകത്ത് കൂടി കഴിഞ്ഞാൽ തങ്ങളുടെ കൊത്തുകൂടും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. കയ്യിലിരിക്കുന്നത് ഇത് കുഴപ്പമില്ല. ഇതിങ്ങനെ ഇതുണ്ട്. നമ്മുടെ ഒരുപാട് കാലത്തിന് മുമ്പേ ഉള്ളതാ ഇത് സാധനം. ഒരുപാട് കാലമായതാ വീട്ടിൽ വന്നിട്ട്. ആദ്യം തുടങ്ങിയത് ഈ തത്ത വീട്ടിലെ ഉള്ള തത്ത ഞാൻ കൊണ്ടുവന്ന് ഇവരുടെ കൂട്ടത്തിൽ കൊണ്ടിട്ടെന്നുള്ളത്. ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഇയാളെ പേരെന്തുവാ? എന്തോ പറയണ എന്താ പേര്? ഇങ്ങനെ കാഴ്ചകൾ കൊണ്ടുപോകാനാണെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ കാഴ്ചകൾ കണ്ട് കഥകൾ പറഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. എന്നാലും നമുക്ക് വാർത്ത അവസാനിപ്പിക്കാൻ മാത്രം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ ഷാനസ്വരിക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.